വീട്ടിൽ ടി വി സ്റ്റാൻഡോ ഫോട്ടോ ഫ്രെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ നമ്മൾ പതിപ്പിക്കുന്ന സമയത്ത് അത് ചെരിഞ്ഞു പോകാതെ നേരെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലൊരു ഫർണിച്ചറോ ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് 4 കാലിൽ ഒരേ പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് സ്പിരിറ്റ് ലെവലിൻ്റെ ആവശ്യമുണ്ടാകാറുണ്ട്. എന്നാൽ നമ്മുടെ ഒന്നും വീട്ടിൽ എന്തായാലും സ്പിരിറ്റ് ലെവലൊന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പല സാഹചര്യത്തിലും നമുക്ക് വസ്തുക്കൾ നേരെ നിർത്താൻ ഈ ഒരു ആപ്ലിക്കേഷൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോ കാണുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള 2 ആപ്ലിക്കേഷൻ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ 2 ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും, ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ QR കോഡാണ് ഉണ്ടാവുക, ലിങ്ക് അല്ല. QR കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈറ്റിലുള്ള 2ാമത്തെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷനാണ് ഉണ്ടാകുക. നമ്മളിത് ഫോൺ മലർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേബിളോ കട്ടിലോ എന്തുമാവട്ടെ നമുക്ക് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് നേരെ നിർത്തേണ്ട വസ്തുവിൻ്റെ മുകളിൽ ഇതുപോലെ മൊബൈൽ ഫോൺ മലർത്തി വെച്ചാൽ നടുവിലായിട്ടൊരു ബോൾ ഉണ്ടാവും. ആ ബോൾ കറക്റ്റ് സെൻറ്ററിലാകുന്ന സമയത്ത് നിങ്ങൾ വെക്കുന്ന സാധനത്തിൻ്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വാട്ടർ ടാങ്ക് ആയാലും ടേബിളായാലും കസേരയായാലും എന്തുമാവട്ടെ അതിൻ്റെ മുകളിൽ ഇതുപോലെ മൊബൈൽ ഫോൺ മലർത്തി വെച്ചിട്ട് നമുക്ക് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാലിനടിയിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് അതുപോലെ തന്നെ ചില കല്ലുകളൊക്കെ വെച്ചിട്ട് മുകളിലോട്ട് പ്രതലം നേരെയാക്കാറില്ലേ, അതിനുപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. ഇനി ചില മൊബൈൽ ഫോണുകളിൽ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് പ്രവർത്തിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാലിബർ റീസെറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 2ാമത് തന്നെ അതിനുള്ള ബട്ടൺ ഉണ്ട്. അപ്പോൾ കാലിബർ റീസെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരന്ന പ്രതലത്തിൽ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള പ്രതലത്തിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെച്ച അളവിനായിരിക്കും ഇതിൻ്റെ ലെവൽ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്യാമറയും അതുപോലെ തന്നെ നിങ്ങൾ വെക്കുന്ന പ്രതലവും 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കാലിബർ റീസെറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഫോൺ ഇതുപോലെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ സ്പിരിറ്റ് ലെവൽ ഓണായി കിട്ടും. ഇത് കുത്തനെയും നമുക്ക് പിടിക്കാം, കുത്തനെയും നമുക്ക് പിടിച്ചിട്ട് ഇതുപോലെ ലെവൽ നോക്കാൻ പറ്റുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ടി വിയുടെ സ്റ്റാൻഡാണ് പറയുന്നത്, ടി വി അല്ല. ഞാനിതിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. ടി വിയുടെ സ്റ്റാൻഡൊക്കെ നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെരിഞ്ഞു പോകാതിരിക്കാൻ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്കിത് ചെരിഞ്ഞു പോകാതെ അതിൻ്റെ പൊസിഷൻ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് അതുപോലെയുള്ള മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇതിലെ എല്ലാ ഓപ്ഷനും ഒരുമിച്ച് നമുക്ക് കാണിച്ചു തരും. അതാണ് ഇതിൻ്റെ പ്രയോജനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് മലർത്തി വെച്ചിട്ടും അതുപോലെ ഏത് കോണിൽ വെച്ചിട്ടും നമുക്ക് ലെവൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കാലിബർ റീസെറ്റ് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും നല്ല ഫ്ലാറ്റായ പ്രതലത്തിൽ വെച്ചിട്ട് അളവിൽ സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാലിബർ റീസെറ്റ് ചെയ്യാം. നമ്മളടുത്ത് ഈ സ്പിരിറ്റ് ലെവലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 100% ഇത് കറക്റ്റായ ലെവൽ കിട്ടുന്നതാണ്. അപ്പോൾ 2 ആപ്ലിക്കേഷനിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്കും ഈ QR കോഡ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിലുള്ളവർക്ക് ഇതേ QR കോഡ് തന്നെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ QR കോഡ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് google.com എന്ന ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബാറിൽ ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം. ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ്. ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുത്തതോ ആയിട്ടുള്ള ആ QR കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് നടുവിലായിട്ട് നിങ്ങൾക്ക് നീല നിറത്തിലൊരു ലിങ്ക് കാണാം. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഓണായി കിട്ടുന്നതാണ്. ഈ പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡുകൾ എടുത്തിട്ട് മാത്രമേ താഴേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ലിങ്കുകൾ കാണാം. ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ആപ്പ് 1, ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് 2 എന്ന് പറഞ്ഞിട്ട്. രണ്ടിലും ഈ ഞാൻ പരിചയപ്പെടുത്തിയ 2 ആപ്ലിക്കേഷനാണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.